മരിക്കുന്നതും മുസ്ലിമായിട്ട് തന്നെയാണെന്നാണ്, മുസ്ലിമായിട്ട് തന്നെ മരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇപ്പൊ ബറാത്തല്ലേ, ഞാൻ ഓൾറെഡി വീടൊക്കെ ഞങ്ങൾ അവിടെ നനച്ചുകുളി എന്ന് പറയും, വീടൊക്കെ വൃത്തിയാക്കി നോമ്പിന് വേണ്ടി നമ്മൾ വരവേക്കും, നോമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വൃത്തിയാക്കി എല്ലാം പൊടിയൊക്കെ തട്ടി വൃത്തിയിൽ വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത്, അതേപോലെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ. അള്ള സത്യമാണ്. അവ നോമ്പെടുക്കത്തില്ലേ? നോമ്പെടുക്കണം, നോമ്പിനെ വരവേൽക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലവാടാനിയൊക്കെ വിരിച്ച് റെഡ് കാർപ്പറ്റ് വേണം നോമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ. പിന്നെ പൂവൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. നോമ്പ് വരത്തില്ലേ? നോമ്പ് വരണല്ലോ. നോമ്പ് വരുമ്പോൾ നോമ്പിനൊരു, ഞങ്ങളുടെ നാട്ടിലൊക്കെ നനച്ചുള്ളി പറയുന്നൊരു സാധനമുണ്ട്. അന്നാ നനച്ചു കൊടുക്കുക, ഒന്ന് വൃത്തിയാക്കിയിട്ട് നോമ്പിനെ വരവേൽക്കാൻ ആര്. അപ്പോൾ ഇവനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് സമാധാനം എന്താ പറയുക, ഇവനിക്ക് 30 നോമ്പും കിട്ടും. 30 എന്നല്ല, എല്ലാവർക്കും 30 കിട്ടുമെങ്കിൽ 36 നോമ്പും ഇവനിക്ക് എടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ടല്ലല്ലോ, ആണല്ലോ, മണിത്താത്തയല്ലേ. മണിത്താത്താക്ക് ഉറപ്പായിട്ടും 36 നോമ്പും കിട്ടും. കാരണം മണിത്താത്ത ഓൾറെഡി സെറ്റാണല്ലോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ കാരണം അവർക്ക് ചില പെണ്ണുങ്ങൾക്ക് 16 നോമ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് 22 നോമ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്, ചിലത് 20 തന്നെ കിട്ടാൻ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടുകളല്ലേ. ഇതിപ്പോൾ അവനതൊന്നുമല്ലല്ലോ, ബാണല്ലേ, പെണ്ണായിട്ട് നടക്കുന്നതല്ലേ. അപ്പോൾ ഇവനക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവന് 36 നോമ്പും കിട്ടും, ഇവ അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യും. അതാണ് ഇവൻ്റെ അവസ്ഥ. ഇവനിങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇവനിക്ക് അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് തിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിൽ കൂടെ പോയിട്ട് വേണം. ചോര ദൂര അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നോമ്പ് വരുമ്പോൾ നോമ്പിനെ വരവേൽക്കത്തില്ലേ, നോമ്പിനെ വരവേൽക്കണ്ടേ, നോമ്പിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നോമ്പിനെ ഉള്ളിലേക്ക് വെക്കും. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് നോമ്പിനെ അതേപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് പിന്നെ പുറത്തേക്ക് വരും. അതാ ചെയ്യും. എന്തൊക്കെ കത്തിക്കാലോ ഇപ്പം നോമ്പിന്. നീ നോക്കിയപ്പോൾ ഇത് സത്യമായിട്ടും ചില സമയത്ത് ദേവി, ചില സമയത്ത് ദേവി, രണ്ടും കെട്ട സമയത്ത് മൂദേവി. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എന്നിട്ട് ഇങ്ങനെ ഈ തീറ്റ എന്താണെന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഇത് വെച്ച് വലിക്കല് അവൻ്റെ ആക്ഷൻ. അവൻ എങ്ങനെയെങ്കിലും പെണ്ണാവാൻ നോക്കുക. നമ്മളല്ലേ അറിയാം ഇത് മണിത്താത്തയാണ്, മണിയുള്ളതാത്ത. എന്താ അവൻ്റെ അവസ്ഥ അല്ലേ? അല്ല ഇത് ഈ പോകുമ്പോൾ അതിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ ആൾക്കാർ നാണമില്ലട, നാറികളെ കൈകൾ. അല്ല ഇതെന്താ? അല്ല അവനാ പഠിച്ചതേ പാടുള്ളൂ. അവനതാണ് വഴി. അവന് വായനയും അതുപോലെ വലിക്കലുമാണ്. അവൻ എങ്ങനെ നോക്കിയാലും ആ വലിക്കലും മാറ്റൂലേ. എന്ത് കിട്ടിയാലും അങ്ങനെ വായിലൊരു കേട്ടല. ഒരു ആണൊരു പന്നിയിലെ പെണ്ണിൻ്റെ വേഷം കെട്ടി വിരലിനെ പിടിച്ച് നിന്റെ ജീവിതത്തിൽ ആരിങ്ങനെ തിന്നത് ആദ്യമായിട്ട് കാണാം. അവൻ പെണ്ണാവാൻ നോക്കുക. ഇതൊരുമാതിരി പറഞ്ഞ അധികമായി പോകും. അതുകൊണ്ടാ നാണുണ്ടോ കൈതാണ് നാണക്കൽ.